ദേശത്തിലാണ് ലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും. അതിനപ്പുറത്തേക്ക് ഒരു മികച്ച സിനിമ മലയാളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഈ തിരക്ക് സൂചിപ്പിക്കുന്നത്. ആ പ്രതീക്ഷ 9:00 ആദ്യ ഷോ ആരംഭിക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പലരും എത്തിയിട്ടുണ്ട്. സംവിധായകൻ മഹേഷ് നാരായണൻ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്നതിനൊപ്പം തന്നെ ടെക്നിക്കലി സിനിമ വലിയ വിജയം ഉണ്ടാക്കും, അല്ലെങ്കിൽ ടെക്നിക്കലി വലിയ ക്വാളിറ്റി ഉണ്ടാക്കും എന്ന പ്രതീക്ഷയാണ് ആരാധകർക്ക് ഉള്ളത്. എന്തായാലും ആളുകൾ ഇവിടെ രാവിലെ മുതൽ തന്നെ എത്തി. ചേട്ടാ, വലിയ പ്രതീക്ഷയാണോ? നല്ല പ്രതീക്ഷയാണ്. തൂക്കോ? പിന്നെ ഉറപ്പായിട്ടും. മമ്മൂട്ടി മോഹൻലാൽ നീണ്ട ഇളവേളയ്ക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നു. അതിന് വലിയ പ്രതീക്ഷ, പിന്നെ വലിയ പ്രതീക്ഷകളാണ്. എന്താണ് ഇത് കാണാൻ വരാനുള്ള ഒരു പ്രധാന കാരണം? അത് തന്നെ, ഈ കോമ്പിനേഷൻ ആണോ അതല്ല അതിനപ്പുറത്തേക്ക് സിനിമയുടെ ഒരു ക്വാളിറ്റി? സിനിമയുടെ ക്വാളിറ്റി, എക്സൈറ്റ്മെന്റ്, കോമ്പിനേഷൻ എല്ലാം. ആണ് ഒരു ഫുൾ പാക്ഡ് സിനിമയാണ്. നമ്മൾ ഈ ബാഹുബലിയൊക്കെ ഇറങ്ങുമ്പോൾ ബ്രഹ്മാണ്ഡ ചിത്രം എന്ന് വിശേഷിപ്പിക്കും. മറ്റ് KGF ഇറങ്ങുമ്പോൾ നമുക്കുണ്ട് ബ്രഹ്മാണ്ഡ സിനിമ എടുക്കാൻ പറ്റുന്ന ആളുകൾ, നമുക്കുണ്ട് ബ്രഹ്മാണ്ഡ സിനിമകൾ എന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. വേൾഡ് വൈഡ് റിലീസാണ്. എല്ലാ ഇടങ്ങളിലും വലിയ തിരക്ക് ഇപ്പോൾ തന്നെ എല്ലാ തിയേറ്ററുകളുടെ മുമ്പിലും അനുഭവപ്പെടുന്നുണ്ട്. ആ തിരക്ക് നമുക്ക് ഈ തിയേറ്ററിലും, ഈ വനിതാ തിയേറ്ററിലും കാണാം. 9:00 ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുക. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന ഒരു കഥയാണ്. ഈ സ്പൈ ത്രില്ലറുമായി ബന്ധപ്പെട്ടുള്ള സിനിമയാണ് എന്നൊക്കെയാണ് അതിന്റെ പ്രാഥമിക ട്രെയിലറിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. മലയാള ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് ഉറപ്പായും ഇത് പോകും. അതിനപ്പുറത്തേക്ക് എന്താണ് മഹേഷ് നാരായണൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സിനിമ തുടങ്ങാൻ പോകുന്നു. ആളുകൾ തിയേറ്ററിനകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അഭിനയിച്ചിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ അണിയറ പ്രവർത്തകരൊക്കെ ഈ ഷോ വിസിറ്റ് അല്ലെങ്കിൽ തിയേറ്റർ വിസിറ്റിന് വേണ്ടി ഇങ്ങോട്ടേക്കാണ് എത്തുക. ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോ കഴിയുമ്പോൾ ആയിരിക്കും അവർക്ക് പുറത്തിറങ്ങുക. ഇവരുടെ ഒരു പ്രതികരണവും എക്സൈറ്റ്മെന്റും ഒക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉറപ്പായും പാട്രിയോട്ട് ഇത്തവണ തൂക്കും എന്നാണ്.